ഹൈ ഗൈസ്, ഇന്ന് മെയ് 24 സൺഡേ. ഇവിടെ US-ൽ ഇന്ന് ഇത് ലോങ് വീക്കെൻഡാണ്, മൺഡേ ഹോളിഡേ ആണ്. അതുകൊണ്ട് കുറേ നാൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചു, കോർപ്പസ് ക്രിസ്റ്റി. അപ്പോൾ ഹ്യൂസ്റ്റണിൽ നിന്ന് ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം 7:55. വഴിക്ക് ബ്ലൂമിങ്ടൺ എന്ന സ്ഥലത്തിലുണ്ട്. ഇനിയൊരു 80 മൈല്, ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ടെസ്ലയുടെ ചാർജിങ് സ്റ്റേഷനാണ്. ഞങ്ങൾ നിർത്തിയ സൂപ്പർ ചാർജിങ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. അത് ഇത്തിരി തണൽ കണ്ട് വന്നതാണ്. ഇവിടെ ചപ്പ് ചവറിനും ബിയറിൻ്റെ ബോട്ടിലിനും വലിയ കുറവൊന്നുമില്ല. അധികം ക്ലീനിങ് നടക്കാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഇനിയൊരു 10-20 മൈലുണ്ട്. ഇടയ്ക്കൊരിടത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. നാട്ടിലെ പെട്ടിക്കട തന്നെ. കത്തികളാണ് മെയിൻ. ഇതും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വഴിയിലെ കച്ചവടക്കാരാണ്. അങ്ങനെ ഫിക്സ്ഡ് പ്രൈസ് ഒന്നുമില്ല. അവർ വില പറയുക, നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ലാഭമാണെന്ന് തോന്നി മേടിക്കുക. പഴങ്ങളും ഹണി, പിന്നെ കുറേ തന്നെ ഉണ്ടാക്കിയ സോസ് എല്ലാം ഉണ്ട്. ബീച്ചെത്തി. കൊറോണയൊക്കെ കഴിഞ്ഞ് സമ്മർ തുടങ്ങി, ലോങ് വീക്കെൻഡാണ്. ബീച്ചിൽ നല്ല പോലെ ആളുണ്ട്. ഉദ്ദേശിക്കുന്ന USS ലെക്സിങ്ടൺ, World War II സമയത്ത് ഉണ്ടാക്കിയ എയർക്രാഫ്റ്റ് കാരിയർ. USS ലെക്സിങ്ടൺ മ്യൂസിയം ഓൺ ദ ബേ. ജാപ്പനീസുകാർ ഇതിനെ ഗോസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഇതിനെ എത്ര വെടിവെച്ച് മുക്കിയാലും പിന്നെ ഇത് പൊങ്ങി വരുന്നു എന്നെന്തോ അങ്ങനെ ഒരു അഭ്യൂഹം കാരണം ഇതിനെ ഗോസ്റ്റ് എന്ന് വിളിക്കും. പിന്നെ അതിൻ്റെ ഒരു ബ്ലൂയിഷ് കളറോടൊക്കെ ചേർന്ന് ഇതിന് വന്നൊരു നിക്നെയിമാണ് ബ്ലൂ ഗോസ്റ്റ്. ഇതാണ് എൻട്രൻസ്. ഒരു 3D മെഗാ തിയേറ്റർ ഷോ ഉണ്ട്. ഷോ അടക്കം അഡൽട്സിന് $16.95. ഷിപ്പിൻ്റെ അകത്താണ്. എല്ലായിടത്തും ഇതുപോലെ ഓരോ ഹിസ്റ്റോറിക്കൽ ഐറ്റംസാണ്. പഴയ ജീപ്പ്, സബ്മറൈന്, ഇതിൻ്റെ മോട്ടർ, മിസൈല്
പല എൻജിൻ്റെയൊക്കെ ക്രോസ് സെക്ഷൻ, പല ടൈപ്പ് ഫ്ലൈറ്റുകൾ. J-35 ജെറ്റ് എൻജിൻ. ഇതെല്ലാം ഒക്കെ വായിച്ച് പഠിക്കാൻ ടൈമില്ല. എന്തായാലും കാണാൻ അടിപൊളി. USS സൗത്ത് ഡക്കോട്ട മോഡലാണ്. മൊത്തം 5 ടൂർ അതിനകത്തുള്ളത്. ആദ്യത്തേത് ഫ്ലൈറ്റ് ഡെക്ക്, അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഒരുപാട് ഫ്ലൈറ്റുകൾ. ഈ തെറ്റാലി ഒക്കെ വലിക്കുന്ന പോലെ വലിച്ചു വെച്ച് കാറ്റപ്പൾട്ട് വഴി വലിച്ചാണ് ഇതിനെ സ്പീഡിൽ വിട്ടുകൊണ്ടിരുന്നത്. ആ സ്പീഡ് കൊണ്ടുണ്ടെങ്കിൽ ഇത് ടേക്ക് ഓഫ് ചെയ്ത് പോകത്തുള്ളൂ. മിസൈലുകൾക്കിടയിൽ കൂടിയുള്ള പോക്കാണ്. അമ്മേ, ഭാഗ്യം ചത്തില്ല. മിസൈല് എഞ്ചിൻ, റോട്ടറുണ്ട്, പ്രൊപ്പല്ലർ. ഇത് നോണായി കഴിഞ്ഞാൽ തീ ചാടും. എന്തൊക്കെ എയർക്രാഫ്റ്റുകൾ അതിൽ കയറാൻ തോന്നും. അല്ല, ചുമ്മാ കയറി നോക്കിയിട്ട് പോവാം. കൂട്ടത്തിൽ കാണാൻ ലുക്ക് ഹെലികോപ്റ്റർ തന്നെ. T-34C ടർബോ മെൻഡർ, ഷാർക്ക് ലുക്കാണ്. കുഷനൊന്നും ലഭിച്ചിട്ടാണല്ലോ, പിന്നെ കുഷനൊക്കെ പോയി. നമ്മൾ നടന്നു വന്ന വഴി അതുവഴിയായിരുന്നു എൻട്രൻസ്. ഹോളിവുഡ് സിനിമയിൽ മാത്രം കണ്ടതിൻ്റെ ഒരു ഫീല്. ഫുള്ള് ഇരുമ്പ് അല്ലേ? ഒരംശം ഇരുമ്പല്ല ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. തകർന്നു പോകാതിരിക്കാൻ.
Please stay within the posted tour areas. This is മൈക്കിൾ ബേ ഡയറക്റ്റ് ചെയ്ത പേൾ ഹാർബർ സിനിമയുടെ ഷൂട്ടിംഗ് സീൻസാണ് മേക്കിംഗ്. അത് ഈ ഷിപ്പിൻ്റെ മണ്ടയ്ക്കാണ് ചെയ്തത്, USS ലെക്സിംഗ്ടൺ. It was the first time I'd actually seen a 300-foot wide fireball coming in. As such, I'm in the cabin if you take Tour 1 to the flight deck and then proceed. As such, I'm required to host formal dinners for visiting the Admiral and his staff in a formal dinner. As you can see. ഫ്ലൈറ്റ്സുകളുടെ ബഹളമാണ്. മിനിയേച്ചർ US നേവി എയർഫോഴ്സ് ഇതുവരെ ഉപയോഗിച്ച ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ എയർക്രാഫ്റ്റും ഇവിടെ ഉണ്ട്. പഴയത് തുടങ്ങി ഇങ്ങ് പുതിയത് ലേറ്റസ്റ്റ് സൂപ്പർസോണിക്കും സ്റ്റെൽത്തും വരെ അടിപൊളി. ഷിപ്പിനകത്തെ പള്ളി. USS ലെക്സിംഗ്ടൻ്റെ ട്രിപ്പ് കഴിഞ്ഞു. അടിപൊളി സംഭവം. ഒരു വാർഷിപ്പിനകത്ത് കയറാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ അകത്ത് ലൈഫ് എങ്ങനെയായിരുന്നു, നേവിയിലെ ക്രൂ എങ്ങനെ ജീവിച്ചു, അവരുടെ പ്രാർത്ഥനാ മുറി, ഡെൻ്റൽ ക്ലിനിക്കുകൾ, അവരുടെ ക്യാൻറ്റീൻ, റിക്രിയേഷൻ ഏരിയ എല്ലാം ഒരു മിനി സിറ്റി തന്നെ അതിൻ്റെ അകത്ത്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 5 എക്സിബിറ്റ്സ് ഉണ്ടെങ്കിലും മെയിൻ എക്സിബിറ്റ് എന്ന് പറയുന്നത് ആ മേളിലത്തെ ഫൈറ്റർ ജെറ്റുകളുടെ ഡെക്ക് തന്നെയാണ്. അതാണ് ഹൈലൈറ്റ്, അതാണ് മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് സംഭവം. ഒരു അടിപൊളി ഏരിയ ആണ്. ബീച്ചിൽ വരിക, ഇതെല്ലാം കാണാൻ. കൂടെ USS ലെക്സിംഗ്ടൺ. We're the army and proud of our name. We're the
gunfighting till the battle's won, and the army goes rolling along. And it's high, high, hey, the army's on its way. Count off and Kate is out its